നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പോറ്റിയെ കേറ്റിയെ ഗാനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഇപ്പോഴും പ്രശ്നങ്ങൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല. ഏറ്റവും പുതിയൊരു സംഭവം കണ്ണൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. നമുക്ക് ആ സംഭവത്തിലേക്ക് പോകാം. കണ്ണൂരിൽ പോറ്റിയെ കേറ്റി ഗാനം വെച്ചത് ചോദ്യം ചെയ്ത CPIM നേതാവിന് മർദ്ദനമേറ്റുവെന്ന് പരാതി. CPM ലോക്കൽ സെക്രട്ടറിയായ മുല്ലക്കുടി സ്വദേശി മനോഹരനെയാണ് മർദ്ദിച്ചത്. ജനുവരി 4-നാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴാണ് സംഭവം പുറത്തു വരുന്നത്. മയിൽ അരിമ്പ പ്രദേശത്തെ ഒരു റേഷൻ കടയിൽ വെച്ച് ഭാസ്കരൻ എന്നയാൾ പോറ്റിയെ കേറ്റി എന്ന പാട്ട് വെച്ചു. ഇത് കേട്ട മനോഹരൻ പൊതുയിടത്ത് രാഷ്ട്രീയ ഗാനങ്ങൾ പാടില്ലെന്ന് പറഞ്ഞ് ഭാസ്കരനെ ചോദ്യം ചെയ്യുകയായിരുന്നു. എന്നാൽ പാട്ട് നിർത്താൻ തയ്യാറാകാത്ത ഭാസ്കരൻ കുറച്ചുകൂടി ഉച്ചത്തിൽ പാട്ട് വയ്ക്കുകയായിരുന്നു. ഇതിനെയും മനോഹരൻ ചോദ്യം ചെയ്തു. ഇതോടെ പ്രകോപിതനായി ഭാസ്കരൻ ഇത്തരത്തിൽ പ്രകോപിതനായി മർദ്ദിച്ചു. ഇരുവരും തമ്മിൽ കയ്യാങ്കളി, അതൊരു സംഘർഷത്തിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഭാസ്കരൻ മനോഹരന്റെ കഴുത്തിന് പിടിച്ച് മർദ്ദിച്ചു എന്നാണ് പരാതി. സംഭവത്തിൽ ഭാസ്കരനെതിരെ മയിൽ പോലീസാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടുകയുണ്ടായി. ഈ പാട്ടിന്മേലുള്ള ചോദ്യം ചെയ്യലും ഈ പാട്ട് മാറ്റണമെന്ന ആവശ്യമൊക്കെ ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടുകയുണ്ടായി. അതേസമയം സാമൂഹിക സാംസ്കാരിക രംഗത്ത് ശ്രദ്ധ നേടിയ പോറ്റിയെ കേറ്റി എന്ന വൈറൽ ഗാനത്തിന്റെ രചയിതാവ് GP കുഞ്ഞബ്ദുള്ളയെ ആദരിച്ചു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം ആരോപിക്കുന്ന പോറ്റിയെ കേറ്റിയ പ്രചാരണ പാട്ടിനെതിരെ പരാതി വന്ന സംഭവമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. DGPക്കായിരുന്നു പരാതി നൽകിയത്. തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലയാണ് പരാതി നൽകിയത്. അയ്യപ്പ ഭക്തരുടെ വികാരത്തെ വ്രണപ്പെടുത്തിയെന്നാണ് പരാതിയിലെ പ്രധാന ആരോപണം. മനോഹരമായ ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചുവെന്നും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയാണ് പാട്ടിനെ വികലമാക്കിയതെന്നും കാണിച്ചായിരുന്നു പരാതി. കൂടാതെ രാഷ്ട്രീയ ലാഭത്തിനുള്ള പാട്ടിനൊപ്പം അയ്യപ്പനെ ചേർത്തത് വേദനിപ്പിച്ചുവെന്നും ഭക്തരെ അപമാനിച്ചു പാട്ട് പിൻവലിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. UDF തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിച്ച ഈ പാട്ട് വലിയ രീതിയിൽ വൈറലായി വലിയ സ്വീകാര്യത കിട്ടി. പിന്നാലെ വിവാദം ഉടലെടുക്കുകയായിരുന്നു. മലപ്പുറംകാരനായ സുബൈർ പന്തല്ലൂരും ഹനീഫ മുടിക്കോടും തങ്ങളുടെ സ്റ്റുഡിയോയുടെ പ്രൊമോഷന് വേണ്ടി ചെയ്തതായിരുന്നു ഈ ഗാനം. പാട്ടിന്റെ രചയിതാവ് കുഞ്ഞബ്ദുള്ള ചാലപ്പുറം എന്ന GP ചാലപ്പുറവും പാടിയത് മലപ്പുറം പടിഞ്ഞാറ്റുമുറിയിലെ ഡാനിഷ് മുഹമ്മദ് എന്നയാളുമാണ്. 3-ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിയ GP ചാലപ്പുറം ഖത്തറിൽ ബിസിനസ്സുകാരനാണ്. മലപ്പുറത്ത് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ജോലി ചെയ്യുകയാണ് ഡാനിഷ്. അടുത്തിടെ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിനിടെ വൈറലായ പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെന്ന പാരഡി ഗാനം സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് സംസ്ഥാന സർക്കാർ നീക്കില്ല. പിന്നീട് സർക്കാർ ഇടപെടൽ ഉണ്ടാകുന്നു, ഗാനം വിവാദമാകുന്നു. ഈ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. പുതിയ കേസ് വേണ്ടത് ജില്ലാ പോലീസ് മേധാവിമാർക്ക് ADGP നിർദ്ദേശം നൽകിയിരുന്നു. ഗാനം നീക്കാൻ മെറ്റയ്ക്കും ഗൂഗിളിനും കത്തയക്കില്ലെന്ന അറിയിപ്പും നൽകിയിരുന്നു. മാത്രമല്ല, നേരത്തെ ഈ പാട്ടുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കണമെന്ന് പോലീസ് നിർദ്ദേശം ഉണ്ടായി. ഇതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മെറ്റയ്ക്ക് കത്തയച്ചിരുന്നു. ഗാനങ്ങൾ നീക്കം ചെയ്യുന്നത് മൗലിക അവകാശങ്ങളുടെ ലംഘനമാണെന്നും കോടതി വിധികളോ ഉത്തരവുകളോ പാട്ട് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല എന്നുമായിരുന്നു VD സതീശൻ അയച്ച കത്തിൽ പറഞ്ഞിരുന്നത്. പോറ്റിയെ കേറ്റി എന്ന പാരഡി ഗാനത്തിനെതിരെ എതിർ പരാതി കോൺഗ്രസ് നൽകുന്ന സാഹചര്യമുണ്ടായി. പോറ്റിയെയും കോൺഗ്രസിനെയും ബന്ധിപ്പിച്ചിട്ടുള്ള പാരഡി ഗാനത്തെക്കുറിച്ചായിരുന്നു പരാതി. നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പോറ്റിയെ കേറ്റി എന്ന വരികൾ ആവർത്തിച്ചാണ് ഇടതുപക്ഷ പ്രൊഫൈലുകളിൽ കോൺഗ്രസിനെതിരായ പാരഡി ഗാനം പ്രചരിപ്പിച്ചത്. സ്വർണം കട്ടത് ആരപ്പ എന്ന ഗാനത്തിന്റെ അതേ വരികൾ ആവർത്തിച്ചാണ് ഇടതുപക്ഷ പ്രൊഫൈലുകളുടെ പ്രചാരണം. മുൻപ് പ്രചരിപ്പിച്ച ഗാനത്തിനെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിൽ പുതുതായി പ്രചരിക്കുന്ന ഗാനങ്ങൾക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് കോൺഗ്രസ് നേതാവ് JS അഖിലിന്റെ പരാതി. ആദ്യ കേസിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പരിഗണന നൽകിയില്ലെങ്കിൽ ഈ പരാതിയിലും അതേ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് തന്റെ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അടക്കം പേര് പരാമർശിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ പ്രൊഫൈലുകളിൽ നിന്ന് ഗാനം പ്രചരിപ്പിക്കുന്നത്. അതേസമയം പോറ്റിയെ കേറ്റിയ പാട്ടിനെതിരെ പരാതി നൽകിയ പ്രസാദ് കുഴിക്കാലെ തള്ളി തിരുവാഭരണ പാത സംരക്ഷണ സമിതി. തിരുവാഭരണ പാത സംരക്ഷണ സമിതിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഇടതുമുന്നണിയുടെ കൊള്ള തുറന്നു കാട്ടുന്നതാണ് ഈ പാട്ടെന്ന് ശബരിമല തിരുവാഭരണ പാത സംരക്ഷണ സമിതി ചെയർമാൻ K ഹരിദാസ് വ്യക്തമാക്കി. വിശ്വാസികളെ സംരക്ഷിക്കാൻ വേണ്ടിയല്ല പരാതി കൊടുത്തത്, കൊള്ള നടത്തിയവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു പരാതി കൊടുത്തതെന്നും തിരുവാഭരണ പാത സംരക്ഷണ സമിതി 4 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആളാണ് പ്രസാദ് കുഴിക്കാലെന്നും ഹരിദാസ് ആരോപിച്ചു. അതിനുശേഷം സംഘടനയിൽ നിന്ന് പുറത്തുപോയി സ്വയം ഒരു സംഘടന രൂപീകരിച്ചതാണെന്നും അയ്യപ്പ വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ് സ്വർണ്ണക്കൊള്ളയെന്നും K ഹരിദാസ് വ്യക്തമാക്കി. അതേസമയം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ പോറ്റിയെ കേറ്റി എന്ന പാരഡി ഗാനത്തിനെതിരെ DGPക്ക് നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങി. പരാതി ADGPക്ക് കൈമാറിയിരുന്നു. പാരഡി പാട്ടിൽ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന പരാമർശങ്ങൾ ഉണ്ടായോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ടായിരുന്നു. നിയമോപദേശത്തിന് ശേഷമേ കേസ് എടുക്കുകയുള്ളൂ എന്ന നിലപാടിലെത്തിയതാണ്. ഒരു കലാസൃഷ്ടി എന്ന നിലയിൽ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. മാത്രമല്ല, രാഷ്ട്രീയ ലാഭത്തിന് അയ്യപ്പ ഭക്തരെ അപമാനിക്കും വിധമുള്ള പാട്ട് പിൻവലിക്കണമെന്നാണ് പരാതിക്കാരനായ തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ
സെക്രട്ടറി പ്രസാദ് കുഴിക്കാല ആവശ്യപ്പെട്ടത്. ഗാനം മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതാണെന്ന് ആരോപിച്ച് CPM രംഗത്തെത്തിയിരുന്നു. പാട്ട് പിൻവലിക്കാൻ നടപടിയെടുക്കണമെന്നാണ് തിരുവാഭരണ പാത സംരക്ഷണ സമിതി DGPക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർലമെന്റിന് മുന്നിൽ UDF എംപിമാർ ഈ പാട്ടുപാടി പ്രതിഷേധം നടത്തിയിരുന്നു. പാർലമെന്റിന്റെ ഇരു സഭകളിലെയും എംപിമാരും പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നു. പോറ്റിയെ കയറ്റിയ സ്വർണ്ണം ചെമ്പായി മാറ്റിയ പാട്ട് പാടിക്കൊണ്ടായിരുന്നു പ്രതിഷേധം. ശബരിമല സ്വർണ്ണപ്പാളിക്കൊള്ള പാർലമെന്റിലും ഉന്നയിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം തന്നെയാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും വ്യക്തമാക്കിയിരുന്നു. ശബരിമല ഭക്തർ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഹൈക്കോടതി ആവർത്തിച്ചു പറഞ്ഞു ശബരിമല കൊള്ളയിൽ ഉന്നതന്മാർ ഇനിയും പെട്ടിട്ടുണ്ട് എന്ന്. പക്ഷേ അന്വേഷണ സംഘം ഉന്നതന്മാരിലേക്ക് എത്തുന്നില്ല. അന്വേഷണ സംഘത്തിന് മുകളിൽ സർക്കാരിന്റെ നിയന്ത്രണമുണ്ട് എന്നും സണ്ണി ജോസഫ് ആരോപിച്ചു. ശബരിമല വിവാദം പ്രതീക്ഷിച്ചതിൽ കൂടുതൽ തിരിച്ചടിച്ചുവെന്ന CPIയുടെ പ്രതികരണത്തിലും സണ്ണി ജോസഫ് പ്രതികരിച്ചു. വൈകിയാണെങ്കിലും അത്തരം കാര്യങ്ങൾ CPI പറഞ്ഞത് നല്ല കാര്യമാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം പാർലമെന്റിൽ സജീവ ചർച്ചയാക്കാൻ UDF തീരുമാനിച്ചിരുന്നു. എന്തായാലും പോറ്റിക്ക് എത്തിയ ഗാനത്തിന്മേലുണ്ടായ പൊല്ലാപ്പുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അതിപ്പോഴും അവസാനിച്ചിട്ടില്ല. കണ്ണൂരിൽ ആ ഗാനത്തിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള സംഘർഷം അത് കയ്യാങ്കളിയിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും വലിയ രീതിയിൽ വിവാദമായ സംഭവമാണിത്. അതിന്മേലുള്ള അലയൊലികൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അവിടെവിടങ്ങളായി പാട്ടിന്മേലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു, അത് അവസാനിക്കുന്നില്ല എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.